അസ്സലാമലൈക്കും റംദാൻ കരീം വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ റമദാനത്തെ ഫസ്റ്റ് വീക്ക് ഇൻ മൈ ലൈഫാണ് ചെയ്യണത്. ഇപ്പോൾ രാവിലെ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ലില്ലി കാലിലെടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തല പൊന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ സമയമില്ല, എനിക്ക് ക്ലാസ്സിൽ പോകണം. ഇന്ന് ക്ലാസ്സുള്ളത് എമർജൻസി ഹോസ്പിറ്റലാണ്. അപ്പം നമ്മൾ രാവിലെ 8:30ക്കാണ് ക്ലാസ്. അപ്പോൾ നോമ്പെടുത്ത് കഴിഞ്ഞ് പിന്നെ രാവിലെ വീണ്ടും എണീറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ക്ലാസ്സിൽ ഗുരുത്തം കെട്ട 2 സാധനമാണ് മുന്നിൽ നടന്നു പോകുന്നത്. അപ്പുറത്തെ ക്ലാസ്സിലുള്ള അശ്വിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇവിടുന്ന് പേപ്പറിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി ഇങ്ങനെ കൊണ്ട് വിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സാറ് കണ്ടിട്ട് നമ്മളിവിടെ ഓടുന്നുണ്ട്. അതിനുശേഷം സാർ നമ്മൾ തിരിച്ച് വിളിച്ച് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വിഷ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ വിഷ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി. അപ്പോൾ ഈ എമർജൻസി ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ് വരുന്നത്. അപ്പം നമ്മളിപ്പം പോകുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്കാണ്. നമുക്ക് ഈ എക്സ്റേ, MRI, CT ഇതെല്ലാം ഇങ്ങനെ ചെയ്യാമെന്നും ഇതിൻ്റെ പ്രൊസീജിയേഴ്സും ഇനി ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ വായിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓൾറെഡി തിയറി പഠിപ്പിക്കും, അതിനുശേഷം നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരും. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലാസ്സിലോട്ടേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കുറച്ച് ദിവസം കൂടി നമുക്ക് ലെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് പോകാം. അങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക് പോയി. ഒരു 2 മണി 2:30 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലാനർ ഉണ്ട്, ഞാൻ റമദാൻ പ്ലാനർ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടി. ഞാൻ ഓൾ ഓവർ ഉസ്ബെക്കിസ്ഥാൻ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തൊരു കൈൻഡ് ഓഫ് സന്തോഷം അത് എല്ലാവരും വാങ്ങിയപ്പോൾ അരുണവായി. അതിനുശേഷം ഞാൻ നിസ്കാരം ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കൊർസിങ്ക എന്നൊക്കെ പറയാം. അവിടെ പോയിട്ട് നമുക്ക് കൊർസിങ്ക എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ലില്ലിക്ക് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സമൂസൻ്റെ തീനിലോട്ടൊക്കെ തന്നെ പൊട്ടാറ്റോ ഇട്ടാലാണല്ലോ കട്ട്ലേറ്റ് ആവുക. അപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് തീൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് കുറച്ച് സമൂസൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി കട്ട്ലേറ്റിലോട്ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ മാത്രം എടുത്താൽ മതിയല്ലോ, ഡെയിലി ഇങ്ങനെ കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പം ഞാൻ തീൻ ഉണ്ടാക്കുകയാണ്. അപ്പം ആദ്യം ഉള്ളി അരിഞ്ഞ് ഇങ്ങനെ വളരെ സിമ്പിളാണ് പരിപാടി. അപ്പോൾ മൂർച്ചയില്ലാത്തൊരു കത്തി വെച്ചിട്ട് ഞാൻ മുറിക്കുന്നുണ്ട്, പക്ഷെ അതെനിക്ക് ശീലമായിപ്പോയി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ ഒറ്റക്കാണ് കുക്ക് ചെയ്യണമല്ല, 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഉസ്ബെക്കിസ്ഥാനിൽ MBBSനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി എന്തൊരു കാര്യം MBBS അഡ്മിഷൻ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ പൊട്ടാറ്റോ വേവിക്കാൻ വെച്ച്, പിന്നെ ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തീനെ മാറ്റി വെക്കണം. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് സമൂസക്ക് മാറ്റി വെക്കും. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പൊട്ടാറ്റോ ഇട്ടിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇത് കുറച്ച് ചൂട് തണഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. പക്ഷെ നമുക്ക് സമയമില്ല, ഓൾറെഡി 5 മണി കഴിഞ്ഞപ്പം പെട്ടെന്ന് ചൂടോടെ ഉണ്ടാക്കണം, വേറെ ഓപ്ഷനില്ല. സാധാരണ നാട്ടിൽ ഇതൊക്കെ ഒരു മൂടിയിൽ ആണ് ഉണ്ടാക്കൽ, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഷേപ്പൊന്നും വേണ്ട, ടേസ്റ്റ് മതി. അപ്പം ഇവിടുന്ന് പാത്തും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കട്ട്ലേറ്റൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം ആദ്യമായിട്ടാണ് അരിപ്പത്തിരിയൊക്കെ ഞാനും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പൊന്നും ഇല്ലെങ്കിലും പത്തിരി ആയിട്ടുണ്ട്. പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്ത് റൗണ്ട് ഷേപ്പ് കിട്ടാൻ. നമ്മളെ കയ്യിൽ പ്രസ്സില്ല, പ്ലേറ്റൊക്കെ വെച്ച് അമർത്തിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് അവസാനം ഈ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ കാലങ്ങൾക്ക് ശേഷം എത്രയോ മാസത്തിന് ശേഷം അരിപ്പത്തിരി ഒരു നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടിരിക്കും തിന്നുന്നുണ്ട്. ഒരു 6 മാസമായില്ലിപ്പം. ഇങ്ങനെ ഈ പത്തിരിൻ്റെ കൂടെ ചിക്കൻ കറി ഒഴിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം കാലങ്ങൾക്ക് ശേഷം ഞാനൊരു 5 സെക്കൻഡിൽ നാട്ടിൽ പോയി വന്നൊരു ഫീൽ എനിക്ക് ചിക്കൻ കറി പത്തിരി തിന്നപ്പോൾ. അപ്പോൾ കുറേ പത്തിരി തിന്ന് പിന്നെ ഞാൻ താറാസ്കെച്ചൊരു ഒറ്റ ഉറക്കം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.